നമസ്കാരം. ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം എല്ലാ വീടുകളിലും ഉപകാരപ്പെടുന്നതാണ്. നമ്മളിൽ മിക്കവരും ദിവസവും പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരാണ്. സമയം ലാഭിക്കാനും ഗ്യാസ് ലാഭിക്കാനും കുക്കർ വലിയ സഹായമാണ്. പക്ഷെ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് അപകടത്തിനും കാരണമാകും. അതുകൊണ്ട് ഇന്ന് കുക്കർ സുരക്ഷിതമായി ഉപയോഗിക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം കുക്കറിന്റെ റബ്ബർ റിംഗ് ഒന്ന് നോക്കണം. പഴകിയതോ പൊട്ടിയതോ കട്ടിയായതോ ആണെങ്കിൽ അത് മാറ്റണം. പലരും വർഷങ്ങളോളം അതേ റിംഗ് തന്നെ ഉപയോഗിക്കും. പക്ഷേ റിംഗ് നല്ല നിലയിൽ അല്ലെങ്കിൽ കുക്കറിന്റെ പ്രഷർ ശരിയായി നിയന്ത്രിക്കാൻ കഴിയില്ല. അടുത്തതായി കുക്കറിലെ ആവി പുറത്തു പോകുന്ന ചെറിയ ദ്വാരം ഓരോ തവണയും ഉപയോഗിക്കുന്നതിനു മുൻപ് ഒന്ന് പരിശോധിക്കണം. ചെറിയ ഭക്ഷണകണങ്ങൾ അതിൽ കുടുങ്ങിയാൽ ആവി പുറത്തു പോകാതെ കുക്കറിനുള്ളിൽ അമിത മർദ്ദമുണ്ടാകാം. ഇനി സേഫ്റ്റി വാൽവിന്റെ കാര്യമാണ്. കുക്കറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളിൽ ഒന്നാണിത്. കേടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ചെറിയൊരു പാട്ടാണ് എന്ന് വെച്ച് അവഗണിക്കരുത്. മറ്റൊരു കാര്യം, കുക്കർ ഒരിക്കലും നിറയെ ഭക്ഷണം നിറയ്ക്കരുത്. സാധാരണ 2/3 ഭാഗം വരെ മാത്രം നിറയ്ക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് പരിപ്പ്, കടല, രാജ്മ, പാസ്ത തുടങ്ങിയ നുര പൊങ്ങുന്ന ഭക്ഷണങ്ങൾ വേവിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. ഇവ വേവിക്കുമ്പോൾ നുര ഉയർന്ന് വെൻറ്റ്യൂബ് അടയാൻ സാധ്യതയുണ്ട്. അതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നതും വളരെ പ്രധാനമാണ്. വെള്ളം കുറവായാൽ കുക്കർ അമിതമായി ചൂടാകുകയും ഭക്ഷണം കരിയുകയും ചെയ്യും. ഇനി പലരും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റ് പറയാം. പാചകം കഴിഞ്ഞാൽ കുക്കർ ഉടനെ തുറക്കാൻ പലർക്കും തിരക്കായിരിക്കും. പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത്. കുക്കറിനുള്ളിലെ പ്രഷർ പൂർണ്ണമായും പോയതിനു ശേഷമേ മൂടി തുറക്കാവൂ. അല്ലെങ്കിൽ ചൂടുള്ള ആവി പുറത്തുവന്ന് കൈക്കും മുഖത്തിനും പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. ചിലർ വേഗം പ്രഷർ കളയാൻ സ്പൂൺ കൊണ്ടോ മറ്റേതെങ്കിലും സാധനം കൊണ്ടോ വിസിലുയർത്താറുണ്ട് ശീലമാണ്. ആവി വളരെ ഉയർന്ന ചൂടിലായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ സ്വാഭാവികമായി പ്രഷർ പോകാൻ കാത്തിരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഓരോ തവണയും കുക്കർ ഉപയോഗിക്കുന്നതിനു മുമ്പ് വിസിൽ ശരിയായി വെച്ചിട്ടുണ്ടോ എന്നും ഒന്ന് നോക്കണം. അതുപോലെ ഹാൻഡിലും ലോക്കും ഉറപ്പായിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ലൂസായിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിനു മുമ്പ് ശരിയാക്കുന്നതാണ് നല്ലത്. ചെറിയൊരു പൊട്ടലോ കേടുപാടോ കണ്ടാലും അത് നിസ്സാരമായി കാണരുത്. മറ്റൊരു നല്ല ശീലം എന്താണെന്നറിയാമോ? ഉപയോഗം കഴിഞ്ഞാൽ കുക്കർ നന്നായി കഴുകി വെള്ളം തുടച്ച് ഉണക്കി സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ കുക്കർ കൂടുതൽ കാലം നല്ല നിലയിൽ ഉപയോഗിക്കാം. ചെറിയ ഈ ശീലങ്ങൾ തന്നെ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. കുക്കർ വൃത്തിയാക്കുന്ന രീതിയും വളരെ പ്രധാനമാണ്. ഉപയോഗം കഴിഞ്ഞ ഉടനെ തണുക്കാൻ അനുവദിച്ച ശേഷം മാത്രമേ കഴുകാവൂ. ചൂടുള്ള കുക്കർ നേരിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകരുത്. അങ്ങനെ ചെയ്താൽ ലോഹത്തിന് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. കുക്കറിന്റെ മൂടി, റബ്ബർ റിംഗ്, വിസിൽ എന്നിവയെടുത്ത് പ്രത്യേകം കഴുകുന്നതാണ് നല്ലത്. റബ്ബർ റിംഗിൽ എണ്ണയും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയാൽ അത് വേഗം കേടാകാം. ആവി പുറത്തുപോകുന്ന വെൻറ്റ്യൂബ് ആഴ്ചയിലൊരിക്കലെങ്കിലും നന്നായി വൃത്തിയാക്കണം. അതിൽ ഭക്ഷണകണങ്ങൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു ചെറിയ പിൻ ഉപയോഗിച്ച് പരിശോധിക്കാം. കഴുകിയ ശേഷം കുക്കർ പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷമേ അടച്ചു സൂക്ഷിക്കാവൂ. മൂടി പൂർണ്ണമായി അടച്ചു വയ്ക്കാതെ അല്പം തുറന്നുവെച്ചാൽ ദുർഗന്ധവും ഈർപ്പവും ഉണ്ടാകുന്നത് ഒഴിവാക്കാം. ഇങ്ങനെ ചെറിയ രീതിയിൽ കുക്കർ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ അത് കൂടുതൽ കാലം സുരക്ഷിതമായി ഉപയോഗിക്കാനും അപകടസാധ്യത കുറയ്ക്കാനും സഹായിക്കും. അവസാനമായി ഒരു പ്രധാന കാര്യം കൂടി പറയാം. കുക്കറിൽ നിന്ന് അസാധാരണമായി ആവി ചോരുകയോ കത്തുന്ന മണം വരികയോ സാധാരണയല്ലാത്ത ശബ്ദം കേൾക്കുകയോ ചെയ്താൽ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യുക. കുക്കർ തണുത്തതിനു ശേഷമേ പരിശോധിക്കാവൂ. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കരുത്. കുക്കർ പല വർഷം ഉപയോഗിച്ചാലും ഇടയ്ക്കിടെ അതിന്റെ അവസ്ഥ പരിശോധിക്കുന്നത് നല്ല ശീലമാണ്. റബ്ബർ റിംഗ്, സേഫ്റ്റി വാൽവ്, വിസിൽ, ഹാൻഡിൽ എന്നിവ കേടായിട്ടുണ്ടെങ്കിൽ സമയത്തു തന്നെ മാറ്റുക. ചെറിയൊരു ചെലവ് ലാഭിക്കാൻ ശ്രമിച്ച് വലിയ അപകടം വരുത്തിവെക്കരുത്. ഓരോ തവണയും കുക്കർ ഉപയോഗിക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ സുരക്ഷയും
കുടുംബത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കാൻ ഇതൊക്കെ വലിയ സഹായമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കിച്ചൺ ടിപ്സ്, ഹോം ഹാക്സ്, സേഫ്റ്റി ടിപ്സ് എന്നിവയ്ക്കായി ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.